ആരൊക്കെയാണ് കെരാറ്റിൻ ചെയ്യേണ്ടത്, ആരൊക്കെയാണ് സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, ബ്ലോ ഡ്രൈ, അതായത് കെമിക്കൽ സർവീസും പ്രോട്ടീൻ സർവീസും തമ്മിലുള്ള വേരിയേഷൻസ് ആണ് ഞാൻ ക്ലിയർ ചെയ്ത് തരാൻ പോകുന്നത്. ഓവർ ഡ്രൈ ആയിട്ടുള്ള ഹെയർ, അതേപോലെ തന്നെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ, മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹെയർ, അവർക്കൊക്കെ ഓൺ ഹെയറിലെ ഡ്രൈനസ് കൺട്രോൾ ആവും വേണം. അവർക്കൊരു സ്റ്റിക്കി ഫീൽ, അതായത് സ്ട്രൈറ്റ് ലുക്ക് വടി പോലെ ഒരു ലുക്ക് വേണ്ടാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ബോട്ടോക്സ് ഓർ കെരാറ്റിൻ്റെ എനി വേരിയേഷൻസ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കി ഫീൽ, ആ ഒരു സ്ട്രൈറ്റ് ലുക്ക് അത് കിട്ടില്ല. അതേപോലെ തന്നെ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, ബ്ലോ ഡ്രൈ, ഈ സർവീസസ് ഒക്കെ പെർമനൻ്റ് ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ, പെർമനൻ്റ് ആയിട്ടൊരു ചേഞ്ച്, ഒരു പെർമനൻറ്റ് സർവീസസ് നോക്കുന്നവരൊക്കെയാണ് ഈ ഒരു കെമിക്കൽ സർവീസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ചെയ്യണ ആ ഒരു സ്ട്രക്ചർ അവർക്ക് പെർമനൻ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ സർവീസ് തന്നെ അവർ ചെയ്യണം. അല്ലാണ്ട് ഇപ്പോൾ കെരാറ്റിനോ, നാനോ പ്ലസ്, ബോട്ടോക്സോ, കെരാറ്റിൻ്റെ ഏതൊരു വേരിയേഷൻസ് എടുത്താലും അവർക്ക് പെർമനൻ്റ് ആയിട്ട് ആ ഒരു സ്ട്രക്ചർ ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ സർവീസ് ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.